ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പട്ടാളക്കാരനുമായിട്ടുള്ള സംഭാഷണമാണ്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഹിന്ദുത്വം തെറ്റാണ് എന്ന് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തെ കാക്കുന്ന അല്ലെങ്കിൽ കാത്തൊരു വ്യക്തിയാണ്. ഡിഫൻസിലും ആർമിയിലും വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ദൈവത്തെ ഓർത്ത് ആരും ചീത്ത വിളിക്കരുത്, ബഹുമാന പരിശ്രമയെ കാണാം. വലിയൊരു ഫാമിലിയിലും ലെഗസിയിലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. മൊണാലിസ വിഷയത്തിൽ അദ്ദേഹത്തിന് പറ്റുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ. മൊണാലിസയുടെ പേര് പോലും മൊണാലിസ എന്നല്ല, ഇതിൻ്റെ പിന്നിൽ അതിഭീകരമായ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ ഹിന്ദുത്വത്തിൻ്റെ പാത എന്തുകൊണ്ട് തെറ്റാണ്, ശരിയായ ഹിന്ദു പാത എന്താണ് ഗാന്ധിജിയുടെയും വിവേകാനന്ദൻ്റെയും പാത, ആ പാതയിലേക്ക് നമ്മൾ ഹിന്ദുക്കൾ തിരിച്ചു പോകണം. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ, ഇസ്ലാം വേറെ, ഇസ്ലാമിസ്റ്റുകൾ വേറെ, ക്രിസ്ത്യാനി വേറെ, ക്രിസംഗി വേറെ എന്ന് കൃത്യമായി അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതാണ്. പ്രകോപനപരമാണ്, സ്ഫോടനാത്മകരമാണ്. പക്ഷേ സെൻസിബിളായി കേൾക്കുക, ചീത്ത വിളിക്കരുത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ആരും അധിക്ഷേപിക്കരുത്. അദ്ദേഹം പട്ടാളക്കാരനാണ്, നമ്മുടെ രാജ്യത്തെ കാത്ത സൈനികനാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് പറഞ്ഞ് ശരിയാക്കുകയാണ് വേണ്ടത്. അതാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം. കുംഭമേള താരം മൊണോലിസ അല്ല, ശരിക്കും ഇൻഡോറുകാരിയാണ് അവര്. അല്ല സാറേ, മൊണാലിസയാണ്. അവര് മധ്യപ്രദേശുകാരിയാണ്. അവരുടെ എല്ലാ രേഖകളും എന്റെ ഇരിപ്പുണ്ട്. തെറ്റാണത് സാർ, മറ്റേതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്നതാണ് സാർ. അവരുടെ കുടുംബത്തിന്റെ അടക്കം രേഖകൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ സാറിന് അയച്ചു തരാം. ഒരു മിനിറ്റ് രാഹുൽ, ഞാൻ ആർമിയില് ഉണ്ടായിരുന്നതാണ്. ഓക്കെ. എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ ഉണ്ട്, ഇൻഡോറില്. ഓക്കെ. വൈരഗാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ വീട്. ഇൻഡോർ തന്നെ. കാര്യം പറഞ്ഞോട്ടെ സാർ, അങ്ങനെ ഒരു വാദഗതിയേ ഇല്ല. അതായത് മൊണാലിസയുടെ എതിർക്കുന്നവർ പറയുന്നത് ഈ കുട്ടി മധ്യപ്രദേശുകാരി അല്ല എന്നല്ല, മൊണാലിസ എന്ന് പേരില്ലെന്നല്ല. ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്നതാണ്. ഏക തർക്കം ഒരു കാര്യമേ ഉള്ളൂ. മൊണാലിസ ജനിച്ചത് ജനുവരി 1, 2008 ഡിസംബർ 30, 2009 ഇത് മാത്രമേ തർക്കമുള്ളൂ. ഒരുപാട് പേരെ ഇത് എന്നോട് പറയുന്നു മൊണാലിസയുടെ പേര് മൊണാലിസ എന്നല്ല എന്ന്. മൊണാലിസയ്ക്ക് വേറൊരു പേരില്ല. മൊണാലിസ ഭോസ്ലെ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഞാൻ സാറിന് ആ കുട്ടിയുടെ ഒറിജിനൽ ഈ ഭോസ്ലെ എന്ന് പറഞ്ഞ എന്താന്ന് അറിയാമോ അവിടുത്തെ കാസ്റ്റ് രാഹുലിനെ? എന്താണത്? മൊണാലിസ ഭോസ്ലെയുടെ കാസ്റ്റ് യൂസ്വലി മുന്നോക്ക സമുദായത്തിന് എടുത്ത പേരാണ്. പക്ഷേ ഇവിടെ പലരും അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല സാർ, അതിന് വേറൊരു ചലഞ്ച് ഉണ്ട്. ഇവർ പർദി, അതായത് മറ്റേ ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പർദി കാസ്റ്റ് ആണ്. അതായത് ഇതാണ്, അതുകൊണ്ടാണ് SC കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഇവരുടെ പേര് മൊണാലിസ ഭോസ്ലെ എന്നാണ്. അത് ഇന്ന് മാത്രമല്ല, 10 വർഷം മുമ്പുമാണ്. കാര്യം 10 വർഷം മുമ്പത്തെ ആധാർ കാർഡ് ഇരിപ്പുണ്ട്. ഈ കുട്ടിയുടെ അച്ഛന്റെ പേര് ജയസിംഗ് ഭോസ്ലെ എന്നാണ്. ഞാനാണ് ജയസിംഗ് ഭോസ്ലെ ഇവിടെ വന്നിരുന്നു ട്രിവാൻഡ്രത്ത്. ജയസിംഗ് ഭോസ്ലെയാണ് ഈ കുട്ടിയുടെ ആധാർ കാർഡ് പോലീസിന് കൊടുക്കുന്നത്. അയാള് പോലീസിൽ പരാതി കൊടുത്തു, എന്റെ മോൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത്. സാറേ, ഇയാളെ കൊണ്ട് കൊടുപ്പിക്കുന്നതാണ്. ഇയാള് പരാതി കൊടുത്താലേ ഇവിടെ എന്തിനാ കൊണ്ടുവന്നെന്ന് രാഹുൽ അറിഞ്ഞിരുന്നു? സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്. കറക്റ്റ്, അത് സമ്മതിച്ചു. സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനാന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞാണല്ല, ഷൂട്ടിങ്ങിന് തന്നെയാണ് വന്നത്. ഞാൻ തിരിച്ചു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം സാർ. ഈ കുട്ടിയുടെ പേര് എന്താന്നാ പിന്നെ സാറ് പറയുന്നത്? മൊണാലിസ എന്നല്ല കുട്ടിയുടെ പേര്. എന്താ പേര്? ആക്ച്വലി ഈ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകനെ വരെ ഞങ്ങൾ കണ്ടു. ഞാനല്ല, ഞാൻ പോയിട്ടില്ല. എന്റെ ഫ്രണ്ട് പേര് പറഞ്ഞാൽ മതി. പേരുണ്ടല്ലോ എല്ലാവർക്കും, ബേസിക് നമ്മുടെ പേരല്ലേ. ഉണ്ട്. മൊണാലിസ എന്നല്ല ഈ കുട്ടിയുടെ പേര്. എന്താ പിന്നെ പേര്? ഒരു മിനിറ്റ് ഒരു നാവിൻ തുമ്പിൽ വരുന്ന ഈ പേര്. മൊണോക്കി കിട്ടുന്നില്ല കേട്ടോ. സാർ നോക്കിട്ട് പറഞ്ഞ ഞാൻ ചോദിച്ചോട്ടെ, അച്ഛന്റെ പേര് ജയസിംഗ് ഭോസ്ലെ തന്നെയല്ലേ? കറക്റ്റ്. ഈ കുട്ടിയുടെ ഞാനപ്പം എന്റെ കൈ ഇരിക്കുക, അതായത് ഇത് ഞാൻ എല്ലാ ബഹുമാനത്തോടെ പറയണം, നമ്മുടെ നാട്ടിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇവരുണ്ടാക്കുന്ന കഥകളാണ്. നമ്മൾ ഹിന്ദുക്കൾ ഒരു ബേസും ഇല്ലാത്ത ഈ കഥകൾ വീഴുകയാണ്. അതായത് ഞാൻ ഒരൊറ്റ വരി കൂടെ പറഞ്ഞിട്ട് പറയാം സാർ. അല്ല, മൊണാലിസയുടെ പേരിനെ കുറിച്ച് കള്ളം പറയേണ്ട കാര്യം ആർക്ക് എന്തിനാണ്? മൊണാലിസയുടെ പേരിനെ കുറിച്ച് കള്ളം പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ഒന്നും കിട്ടാൻ പോണില്ല. പക്ഷെ നമ്മൾ ഹിന്ദുക്കൾ ഈ ഫാൻസിഫുൾ കോൺസ്പിറസി തിയറീസിൽ വീണ് പോണതാണ്. അതായത് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. മൊണാലിസയുടെ പേര് ഇനി മൊണാലിസ എന്നോ മാധവി എന്നോ ആയിക്കോട്ടെ. അല്ല, മാധവിയല്ല, എനിക്കറിയാം മാധവി എന്നല്ല, ഞാൻ പ്രാസത്തിന് പറഞ്ഞതേ ഉള്ളൂ. മൊണാലിസ എന്നോ മാധവി എന്നോ വേറെ മഞ്ജു എന്നോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് പേരും ആയിക്കോട്ടെ. മൊണാലിസ എന്നോ മാധവി എന്നോ മഞ്ജു എന്നോ മഹിഷ്മതി എന്നോ എന്തായാലും അതിന് ഡസ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ് അല്ലേ?
പേരെന്താണെന്നുള്ളത് ഇറലവന്റ് ആണല്ലോ. ഉം. പക്ഷേ നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉം. ഫാൻസിഫുൾ കോൺസ്പിറസി തിയറീസിൽ ഇങ്ങനെയാണ് വീണു പോകുന്നത്. ഉം. ഇത് അങ്ങയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല കേട്ടോ, അങ്ങയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഞാൻ ഉം. സീനിയർ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതവളുടെ പേരല്ലല്ലോ എന്ന് ഉം. പറയുന്നുണ്ട്. ഉം. മൊണാലിസയുടെ പേരിനെ കുറിച്ച് പോലും നമ്മൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുന്നത് ഉം. നമ്മുടെ ഉള്ളിലെ ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്സിൽ നിന്നാണ്. ഞാൻ ഉം. ഫൈറ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഏതാണ്, ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ തെളിവുകളിലേക്ക് വരാം. ഉം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഒരു ചോദ്യം സാറിനോട് ചോദിച്ചു. അപ്പൊ എന്നെക്കാട്ടി മുതിർന്ന ആളായിരിക്കുമല്ലോ. ഒരു ചോദ്യത്തിലൂടെ 56 വയസ്സായി. ഒരു ചോദ്യത്തിലൂടെ ഞാൻ ആ ആ പോയിന്റിലേക്ക് എത്താം. ആ ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം, നമ്മുടെ വിശ്വാസപ്രകാരം, ഓരോരുത്തർക്കും ആ അവരുടെ വിശ്വാസപ്രകാരം. പക്ഷെ ആ ആഴ്ചയിൽ ഏത് ദിവസമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? സൺഡേ, ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ഫ്രൈഡേ. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ ഒരു ഒരുമിച്ച് ഇതുമില്ല. നമുക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസവും ഇല്ല. ഒരു നമുക്ക് ദിവസവും ഇല്ല. എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ച്, ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. ഒരു ഇനി ദിവസം ഇനി മോശമല്ല. അടുത്ത പോയിന്റ് സാർ, ഉം. ഇത് അങ്ങയോട് റെസ്പെക്ടോടെ പറയുകയാണെ, ആ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഒത്തുകൂടാന്ന് പറയുന്ന തെള്ളുകൊണ്ടാണ് നമ്മൾ ഈ ദുരവസ്ഥ എത്തി നിൽക്കുന്നത്. ഉം. എല്ലാവരുടെയും ഫ്രണ്ട് ആരുടെയും ഫ്രണ്ട് അല്ല നമ്മൾ പറയാറുണ്ട്. എവരിബഡീസ് ഉം. ഫ്രണ്ട് ഈസ് നോബഡീസ് ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. ആ അതേപോലെ ആ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ ഒരുമിച്ച് വരാനോ നമുക്കൊരു ഇടമില്ല. ഉം. നമുക്ക്, അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ നമുക്ക് ഉം. ഒരുമിച്ച് വരാനും പ്രാർത്ഥിക്കാനും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമുക്കൊരു ഇടമില്ല. അപ്പൊ ഉം. നമ്മുടെ ഇടയിലെ തീവ്ര സ്വരക്കാര് ഉം. ഇങ്ങനെ ഒരു ഇടമില്ലാത്തത് കൊണ്ട് നമുക്ക് ഉം. എപ്പോഴും ഒരു ശത്രു ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഉം. ശത്രുവിലൂടെ വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലയനെ, പറയനെ, ധീവരനെ, ബ്രാഹ്മണനെ, ക്ഷത്രിയനെ, ഉം. അമ്പലവാസി, ആദിവാസിയെ ഒന്നിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഈ കഥകൾ ഉണ്ടാക്കുകയാണ്. ഉം. അതുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല റിഫ്ലക്ഷനാണ് മൊണാലിസയുടെ പേര്. എന്തായാലും ഒരു പ്രശ്നവുമില്ല, ഉം. അതിനെക്കുറിച്ച് പോലും നമ്മൾ കള്ളം പറയുകയാണ്. ഒന്ന്. ഉം. രണ്ട്, ഉം. മൊണാലിസയുടെ ഡോക്യുമെന്റ്സ് എന്റെ ഉള്ളത്, എനിക്ക് വേറെ ആരും തന്നതല്ല. മൊണാലിസ ഉം. ഞാൻ തോന്നി ഏപ്രിൽ 15 എന്നെ വിളിച്ചു, മൊണാലിസയും ഫർമാനും കൂടെ. എന്നിട്ട് ഫർമാൻ, യെസ്. ഫർമാൻ അവര് തന്നെയാണ് ഇതെല്ലാം അയച്ചു തന്നത്. മൊണാലിസ അതെ, അവര് മധ്യപ്രദേശുകാരിയാണ്, തന്നെ ഫർമാൻ മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശിയാണ്, ബൈരഗഡ് സ്വദേശിനിയാണ്. സാറേ എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ കുട്ടി ജനിച്ചതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, ഉം. മറ്റേ എന്താ പേര്, പാൻ കാർഡ്, ഇലക്ടറൽ ID കാർഡ്, ഉം. ഇത്രയും കാർഡുകൾ ഒരുമിച്ചുണ്ടാക്കാൻ മധ്യപ്രദേശ് പോലൊരു ഗവൺമെന്റിൽ, സർക്കാരിൽ ഉണ്ടാക്കാൻ ഈ 18 വയസ്സായ മൊണാലിസയോ 25 വയസ്സായ ഫർമാനോ അത്രയും നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഞാനിപ്പോ, അതായത് ഇത് രഹസ്യ ഉം. ഡോക്യുമെന്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് അങ്ങക്ക് ഉം. ഇപ്പം ഇതെല്ലാം അയച്ചു തരാം. ഉം. എന്നിട്ട് മൊണാലിസ എന്നോട് സംസാരിച്ചത് രാത്രി എന്നെ വിളിക്കുന്നത് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഉം. അപ്പം തന്നെ ഞാൻ അവരുടെ വീഡിയോ എടുത്തു. ആ ഉം. വീഡിയോയുടെ സാധനം ഞാൻ അതേപോലെ അയച്ചു തരാം, ഇതിനകം കണ്ടോളൂ. ഉം. വേറെ 2-3 വീഡിയോസ് ഉണ്ട്, നമ്മളത് പോലീസിനും ഉം. കോടതിക്കും കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഉം. നമ്മള് ഹിന്ദുക്കൾ ഒരാവശ്യവും ഇല്ലാതെ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ പെട്ടുപോകുന്നതിന്റെ ലക്ഷണമാണ്. ഈ കുട്ടിയുടെ 10 വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡ്, അതെന്തായാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. 10 വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡ്, അതായത് മൊണാലിസ കൊച്ചായിരിക്കുമ്പോഴത്തെ ആധാർ കാർഡ്, ആ പിന്നെ ആ പുതിയ, അതായത് പ്രായമായതിനു ശേഷം, മറ്റേ കുറച്ചുകൂടെ മുതിർന്നതിന് ശേഷം എടുത്ത ആധാർ കാർഡ്, പാൻ ഉം. കാർഡ്, ഉം. ഇലക്ടറൽ ID കാർഡ്, ഈ കൊച്ചിന്റെ ഉം. വീട്ടിലെ റേഷൻ കാർഡ്, ഇവരുടെ ഉം. അവിടുത്തെ എന്തോ രജിസ്ട്രി ഉണ്ട്, സംഗ്രാം രജിസ്ട്രി, അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, അവിടുത്തെ ഉം. രജിസ്ട്രിയിൽ എടുത്ത കാർഡ്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കുട്ടിയുടെ? എല്ലാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല, കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സ്കൂൾ ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. കിട്ടിയിട്ടില്ല. സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയ കിട്ടിയിട്ടില്ല. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാണ്? തീർന്നില്ല. ഉം. മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിൽ കയറി നോക്കിയാൽ ഈ കാർഡുകളെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവിച്ചത് ഉം. എന്താന്ന് പറഞ്ഞാൽ, ഇവൾക്ക് പണി കൊടുക്കാനായി, ഇവള് മുസ്ലിമിനെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഇവൾക്ക് പണി കൊടുക്കാനായി ഇവളുടെ പഴയ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇവരെ ദ്രോഹിച്ച് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ നോക്കുകയാണ്. എന്ത് ഗുണമാണ് നമുക്കതുകൊണ്ട് ഉണ്ടാകുന്നത്? എനിക്ക് എത്ര എന്നാ ഈ തിരിച്ചൊന്ന് ആലോചിച്ചു. ഫർഹാൻ എവിടുത്തുകാരനാണെന്നറിയാമോ? ഉത്തർപ്രദേശ് അല്ല, അവൻ എന്നോട് മഹാരാഷ്ട്ര പറഞ്ഞത്. അല്ലേ? എനിക്കറിയില്ല. മഹാരാഷ്ട്ര. അവൻ എന്നോട് പറഞ്ഞ ഉത്തർപ്രദേശ് എന്നാണ്. അത് ആ പബ്ലിക്കലി പറയുന്നുണ്ട്. അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉം. എങ്ങനെയാണ് ഈ 10 വർഷം മുമ്പുള്ള ആധാർ കാർഡ് മധ്യപ്രദേശ് ജനിച്ച ഇവളും ഇനി ഉത്തർപ്രദേശ് രാഹുൽ ഇത്രയും ജനിച്ച പറഞ്ഞില്ലേ, രാഹുലിനോട് ഒരു ചെറിയൊരു സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ ആധാർ ഒരു 8 വർഷം മുമ്പ് കാസർഗോഡ് ഒരു നായ്ക്കുട്ടിക്ക് ഇവിടെ ആധാർ കാർഡ് ഉണ്ടാക്കി. ആയിക്കോട്ടെ, പക്ഷേ പാൻ കാർഡ് ഇല്ലല്ലോ. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അല്ല, പാൻ കാർഡ് ആധാർ ഇല്ലല്ലോ. ധാരാളം, ഞാൻ ഈ ബാങ്കിൽ ശരിയാണ്, ഇത്രയും സത്യം. അല്ല, സത്യം. ഇഷ്ടം പോലെ അല്ല, ഇറങ്ങുന്നുണ്ട്. അവൻ പാൻ കാർഡ് സെയിം. ഇപ്പൊ ഇവിടെ ഈ കാണുന്നവരില്ലേ, ഈ ബംഗാളി നമ്മൾ വിളിക്കുന്നില്ലേ, എല്ലാം അവനോട് ഒന്ന് ഇവന്മാരുടെ സംസാര ശൈലി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും.
എന്താ പിടികിട്ടുന്നത്? ഹക്കീക്കത്ത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇവർ ഉപയോഗിക്കും. കാക്കരേങ്കി എന്ന് ചോദിക്കും. കായ്ക്കലിയെ കായ്ക്കലി. ഇത് എല്ലാം ആ മുർഷിദാബാദ് ബോർഡറിന് ആ ഭാഗത്തുള്ള ഒരു സ്ലാങ് ആണ്. സാർ കുറച്ചുകൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. അങ്ങ് ഉദ്ദേശിക്കുന്ന തിയറി എന്ന് പറഞ്ഞാൽ തിയറി എന്ന് ബംഗ്ലാദേശിൽ പറഞ്ഞാല് നിന്ന് നുഴഞ്ഞു കയറുന്ന മുസ്ലിങ്ങളാണ്. കംപ്ലീറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ബംഗാൾ. എല്ലാം ഞാൻ ചുമ്മാ കാണുമ്പോഴൊക്കെ ചോദിക്കും അവർക്ക് ഇതർക്കറിനെ വല, ഉടനെ പറയും ബംഗാൾ എന്ന് പറയും. കോൺസ ഡിസ്ട്രിക്റ്റ് മുർഷിദാബാദ്. ഇവന്റെ ഈ സ്ലാങ് കേൾക്കുമ്പോ നമുക്ക്, ഞാൻ അവിടെ വർക്ക് അങ്ങയുടെ ആ പറയുന്നതിന്റെ ബേസിക് തിയറി ഇതല്ലേ, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണെന്നുള്ളതല്ലേ? ഉണ്ട്. പിന്നെ ഈ പയ്യനെ ഞങ്ങളിത് ഇവിടെ ഒരു സെൻസേഷണൽ ആയതുകൊണ്ട്, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പാണ്ഡെ എന്ന് പറഞ്ഞവനാ കേട്ടോ, അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, റിട്ടയർഡായി. ഇപ്പൊ അവന് അവിടെയൊക്കെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഇലക്ട്രിക്കൽ കമ്പനിയിലാവും വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ KSEB പോലത്തെ ഒരു പവർ സ്റ്റേഷൻ കമ്പനി ഉണ്ട്, പ്രൈവറ്റ് ആണത്. ഇത് ഇവിടെ കാലങ്ങൾ, ഞാൻ 1985 ഇതുപോലൊരു ഭയങ്കര വർഗീയതകൾ ഇവിടെ നടന്നില്ല. അന്ന് കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ഭോപ്പാലിലാണ് ഞാൻ ഈ പറയുന്ന കാര്യം നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മള് ശരിക്കും പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EME എന്ന് പറഞ്ഞ ആർമി കോറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. EMEക്ക് വാർ ഫ്രണ്ട്, അതൊരു സപ്പോർട്ടിങ് ആമാണ്. ഇൻഫൻട്രി പോലെയോ ആർട്ടിലറി പോലെയോ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വിഭാഗമല്ല. ബട്ട് അതിന്റെ ട്രെയിനിങ് സെന്റർ ഇവിടെയുണ്ട് ഭോപ്പാലില്. സത്യത്തിൽ അന്ന് ഞങ്ങളെയാണ് ഇറക്കിയത്. പോലീസിനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. ആർമിയെ സംബന്ധിച്ച് ആർമിക്ക് ലാത്തിചാർജ്, ആർമിക്ക് പഠിക്കാവുന്നൊരു വിഷയമല്ല. ആർമിക്ക് അതിന്റെ ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പോലീസിന്റെ പ്രൊസീജിയർ അല്ല ആർമിയുടെ പ്രൊസീജിയർ. ഷൂട്ടഡ് സൈറ്റ് എന്നുള്ള ഇതിൽ ഇറങ്ങിയത് നമ്മൾ. അപ്പൊ നമുക്ക് നമ്മുടെ കമാൻഡർ, പക്ഷെ ഞങ്ങൾ കണ്ട കാഴ്ചകളില്ലേ, ഇപ്പൊ പറയുന്നില്ലേ രാഹുൽ, ഇങ്ങനെ അതിദയനീയമായിരുന്നു. നേരിട്ട് കണ്ട കാഴ്ചകളായിരുന്നു. ഓരോ വീടുകളുടെയും ഒന്ന് രാഹുൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്ന് നമുക്കൊരു, അത് കാരണം എന്താണെന്ന് എനിക്ക് ഇന്നും അജ്ഞാതമാണ്. എന്തുകൊണ്ട് നമുക്കൊരു ഐക്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഹിന്ദുസിനോട്. അതിന്റെ റീസൺ ഞാൻ പറയട്ടെ സാർ. അറിയില്ല കേട്ടോ. ഞാൻ അതിന്റെ കറക്റ്റ് റീസൺ പറയാം. എത്ര തല്ലുകൊണ്ടാലും കിട്ടിയാലും ഉണ്ടല്ലോ വീണ്ടും ഇവർക്ക് അറിയാം പൊളിറ്റീഷ്യൻ. അതുകൊണ്ടല്ല സാർ, അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ഞാൻ അതിന്റെ ഒറ്റ മിനിറ്റിൽ പറയാം, സാറിന് കൺവിൻസ് ആവുന്ന രീതിയിൽ പറയാം. ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് ഐക്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒറ്റ വരിയിൽ ഞാൻ ഉത്തരം പറയാം. അതായത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അവന്റെ കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 1000 മണിക്കൂർ ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. പട്ടാളത്തിൽ നിങ്ങൾ ഓറിയന്റേഷൻ എന്നും ട്രെയിനിങ് എന്നും പറയുന്ന പോലെ ഇവർക്ക് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ വെച്ച് 52 ആഴ്ചകൾ ഒരു വർഷം ഉണ്ടെങ്കിൽ അതിലൊരു 50 ആഴ്ച എടുത്ത് 18 വയസ്സ് വരെ ഇവർക്ക് പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും പഠിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് ഇവര് വളരുമ്പോ ചെറിയ പ്രായത്തിൽ ഒരു പരിധിക്കപ്പുറമൊന്നും നമ്മൾ മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ മാതൃകകൾ ഉണ്ടാകും, മോഡൽസ് ഉണ്ടാകും, പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാകും. അതിലൂടെ നമ്മൾ പോലും അറിയാതെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടാകും, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉണ്ടാകും. ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാകില്ലെന്ന് പട്ടാളക്കാരൻ കൂടിയായ സാറിനെ കൺവിൻസ് ചെയ്യുന്നൊരു മറുപടി പറയാം. സാർ ഇത്രയും, ഞാനും സാറൊക്കെ സ്പിരിറ്റുള്ള ഹിന്ദു സാർ, ഒരൊറ്റ ചോദ്യത്തിൽ ഞാൻ എടുക്കാം. ഏത് കാലത്ത് അയ്യപ്പൻ ജീവിച്ചിരുന്നതെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? ജീവിച്ചിരുന്നു. ഒരിക്കലും അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ എന്റെ ചിറ്റപ്പന്റെ എനിക്കത് കിട്ടിയത്. അയാള് ചെന്നൈയില് ചിറ്റപ്പൻ മരിച്ചുപോയി. കുറെ ബുക്ക് കളക്ഷൻസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളി സതേൺ റെയിൽവേയുടെ സീനിയർ അപ്രോക്സിമേറ്റ്ലി അയ്യപ്പൻ ഇത് രണ്ടും കൂടെ കൂട്ടി 4 പന്തള രാജാവ് രാജശേഖരൻ ആ കാലം എന്ന് പറയുന്നത് എന്തായാലും ഒരു BC-ക്ക് എബവ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ BC-ക്ക് എബവ് ഉള്ള കാലമാണെങ്കിൽ അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുസ്ലിമായ വാവരെങ്ങനാവും? ഒരിക്കലും അതാണ് ഒരു സംശയം. എങ്ങനെ അന്ന് ഇവിടെ ഇസ്ലാം മതമേ ആവിർഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് വന്നു? അയ്യപ്പന്റെ മറ്റൊരു സുഹൃത്ത് ക്രിസ്ത്യാനിയായ വെളുത്താന്നും പറയുന്നു. പിന്നെ വേറെണ്ണം പറയുന്നു കൊച്ചുതൊമ്മനും ഉണ്ടെന്ന് പറയുന്നു ഒരു ഫ്രണ്ട് അയ്യപ്പൻ. അത് പിന്നെ കൊച്ചുതൊമ്മന്റെ ഞാനപ്പം ഏറ്റവും സംക്ഷിപ്തമായ അയ്യപ്പനെ കുറിച്ച്, കാരണം ഞാൻ സുപ്രീം കോടതിയിലടക്കം ഇതിനുവേണ്ടി റിസർച്ച് ചെയ്ത് ഡോക്യുമെന്റ് ഒക്കെ ചെയ്ത ആളാണ്. ഒരു 4-5 വരികളിൽ അങ്ങ് കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ തെളിവുകളോടുകൂടി അയ്യപ്പൻ ആരാന്ന് പറയാം. അങ്ങ് കറക്റ്റായി പറഞ്ഞതുപോലെ ശ്രീ ധർമ്മശാസ്താവ് 1000 വർഷം പഴയ ഒരു ഡീറ്റിയാണ്, ദേവതയാണ്. എന്നാൽ സ്വാമി അയ്യപ്പൻ, മണികണ്ഠൻ എന്നാണ് പുള്ളിയുടെ പേര്.
അതാണ് നമ്മൾ മണികണ്ഠൻ എന്ന് വിളിക്കുന്നത്. മണികണ്ഠൻ എന്ന് വിളിക്കുന്നത്. മണികണ്ഠൻ ഉം. ജനിക്കുന്നത് 1000 വർഷം മുമ്പാണ്. കുറച്ചുകൂടെ കൃത്യമായി ഉം. പറഞ്ഞാൽ കൊല്ലവർഷം. നമ്മൾ ഉം. കൊല്ലവർഷം തുടങ്ങുന്നത് AD 800-കളിലാണ്. ഉം. 700 അപ്പം കൊല്ലവർഷം 800, അതായത് ഉം. കൊല്ലവർഷം 200, അതായത് AD 1000, 1050, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പന്തളത്ത് ജനിച്ച പാണ്ഡ്യ തായ് വഴികളുള്ള അപ്പൊ അയ്യപ്പന്റെ അമ്മ പാണ്ഡ്യയാണ്. ആ ഉം. പാണ്ഡ്യയാണ്. അച്ഛൻ ജയന്തൻ, അച്ഛൻ കേരളക്കാരനാണ്. ജയന്തൻ ഒരു നമ്പൂതിരിയാണ്. ജയന്തൻ യെസ് നമ്പൂതിരിയാണ്. ജയന്തൻ നമ്പൂതിരിയുടെയും യെസ്. മായ തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ച ഉം. മണികണ്ഠൻ അന്ന് അയ്യനും അപ്പനും, അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവൻ. ഉം. ശൈവരെയും വൈഷ്ണവരെയും ഒരുമിപ്പിച്ച് ഹിന്ദു ഐക്യം ഉണ്ടാക്കിയ ആളാണ് അയ്യപ്പൻ. അയ്യപ്പൻ. ഇത് യെസ്. നമുക്കറിയാതെ പോകുന്നത് നമുക്ക് സൺഡേ ഉം. സ്കൂളുകൾ ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ഉം. ചോദിക്കാൻ ഇടമില്ലാത്തത് കൊണ്ടാണ്. ഉം. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മളെ തെറ്റിക്കാൻ ശ്രീ സന്ദീപാനന്ദ ഗിരിജിയെ പോലെ ഇടത് ചാഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അയ്യപ്പന് 2 ഉം. ഭാര്യമാരുണ്ടെന്ന് പറയുന്നത്. അയ്യപ്പനല്ല, അയ്യപ്പനല്ലത് ശ്രീധർമ്മശാസ്താവുണ്ട്. ധർമ്മശാസ്താവിനാണ് പൂർണ്ണയും കറക്റ്റ്. പുഷ്കലിയും ഉള്ളത്. പുള്ളി അറിഞ്ഞോണ്ടാ കള്ളം പറയുന്നത്. മറ്റേ ലെഫ്റ്റിന്റെ അവനെ അയാളെ എന്ന് ഞാൻ സ്വാമി എന്നൊന്നും വിളിക്കരുത് കേട്ടോ. അല്ല, നമ്പർ അങ്ങനല്ല. അത് അല്ല, അയ്യ അവന്റെ നേരിട്ട് ഞാൻ അതുകൊണ്ട് കണ്ടിട്ടുള്ള നോർത്തിൽ വെച്ചിട്ട് അവനെ അതുകൊണ്ട് റാസ്കൽ കേട്ടോ. അല്ല ആരെ ഇത് പക്ഷെ ഇത് പറയുന്നത് അവർക്കത് ആ. പറയാനുള്ള സ്പേസ് കിട്ടുന്നത് നമുക്കറിയാത്തോണ്ടാണ്. ഉം. അവർക്കത് നാളെ പൂർണ്ണയും പുഷ്കലയും ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ യുവതികൾ കയറാമെന്ന് അദ്ദേഹമോ ഉം. അല്ലെങ്കിൽ CPM-ന്റെ ആൾക്കാരോ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം. അല്ല, ശ്രീ ധർമ്മശാസ്താവിന്റെ ഭാര്യമാരാണ് പൂർണ്ണയും പുഷ്കലയും, പൂർണ്ണയും സത്യകൻ എന്ന പുഷ്കലയും. മകനും. അയ്യപ്പൻ എന്ന അതെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഈ അതെ 1000 വർഷം മുമ്പ് ജനിച്ച അയ്യപ്പനെ തന്റെ ജീവനും സ്വത്തും പട്ടാളക്കാരെയും എല്ലാം വെച്ച് സപ്പോർട്ട് ചെയ്ത പാത്തുമ്മയുടെയും അലിയുടെയും മോനാണ് വാവർ അല്ലെങ്കിൽ ബാവർ. അതാണ് മുഹമ്മയ്ക്കടുത്ത്. ബാബരി. പക്ഷെ അന്ന് അതും ഞാൻ അന്വേഷിച്ചു സാറേ. ഇങ്ങനെയൊക്കെയുള്ള റിട്ടയർഡ് ആയതിനു ശേഷം ബാങ്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഇതിലേക്ക് എന്റെ ശരിക്കും എന്റെ നാട് തിരുവാർപ്പാണ്, കോട്ടയം കേട്ടോ. കോട്ടയം തിരുവാർപ്പാണ്. എന്റെ അപ്പൂപ്പനെ ഒരുപക്ഷെ താങ്കൾ കേട്ടു, മുൻഷി കെ രാമൻപിള്ള. മുൻഷി രാമൻപിള്ളയുടെ കൊച്ചുമകനാ ഞാന്. സന്തോഷം. കുറച്ച് അങ്ങനെ ഒരു ബ്ലഡിൽ കൂടി ഇങ്ങനെ പട്ടാളക്കാരനോട് സംസാരിക്കാൻ കിട്ടുന്നുണ്ട്. സന്തോഷം. ആ ഞാൻ നിങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് ഞാൻ, രാഹുലിന്റെ ഒക്കെ അല്ല, എന്റെ ഒരു മുത്തച്ഛനുള്ളപ്പോ വന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് അങ്ങയോട് റിക്വസ്റ്റ് എന്താ അറിയോ? താങ്ക് യു സോ മച്ച്. അങ്ങയുടെ റിക്വസ്റ്റ് എന്താണെന്നറിയാമോ? താങ്കളെ പോലുള്ളവർ, അതായത് പ്രത്യേകിച്ച് മുതിർന്നവര്, പട്ടാള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്, ഈ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം ഉള്ളവര് നമ്മുടെ യങ് തലമുറയെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഹിന്ദു ഐക്യം നമുക്ക് വേണം. അതായത് നമ്മുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ വാവരില്ല, വാപുരനാണെന്ന് കള്ളം പറയുന്നുണ്ട്. ആ ശബരിമലയ്ക്കുള്ളിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു വന്നപ്പോ അവര് പോലും വാവരുതടയിൽ പോയി തൊഴുതിട്ടല്ലേ അയ്യപ്പനെ കാണാൻ പോയത്. പിന്നെ നമ്മൾ എന്തിനാ കള്ളം പറയുന്നത്? ആരെ കാണിക്കാനായി കള്ളം പറയുന്നത്? ഇത് നമ്മുടെ അതൊരു ശിവഭൂതഗണം. അതുണ്ട്. പക്ഷെ അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ ആ കടലും കടലാടിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് പറയുന്നത് പോലെ ശബരിമലയുടെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വാവരിക്കല്ലേ. അതായത് വാവർക്ക്, മുസ്ലിം സമൂഹത്തിന് അവർക്ക് വിഗ്രഹാരാധന പാടില്ലാത്തത് കൊണ്ട് വാവരെ സ്മരിക്കുമ്പോ വെച്ചിരിക്കുന്നത്. രാഹുൽ, ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇതിനെ കുറച്ചൊരു ഭയത്തോടെ കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1987 or 86, കറക്റ്റ് എനിക്ക് ഇയർ ഓർമ്മയില്ല. ഞാനൊരു പരന്ന അല്പസ്വല്പം വായനാശീലമുള്ള ഒരുത്തനാണ്. കേരള ശബ്ദം എന്റെ ജീവനാടിയായിരുന്നു അന്ന്. അന്ന് കേരള ശബ്ദം ഇടമറുക് സാർ ജീവനോടെയുണ്ട്. ഇടമറുക് സാർ നോർത്തിലെ ഫൈസലാബാദിൽ നിന്നുള്ള 2 മുസ്ലിം മതപണ്ഡിതന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവരെന്താ ഇവരുടെ വേറെ ഒരു ഗ്രൂപ്പാണ്, മുസ്ലിങ്ങളിൽ തന്നെയുള്ള മറ്റൊരു. അപ്പൊ അവരുടെ ആർഗ്യുമെന്റ് എന്തായിരുന്നു അറിയാമോ? അന്ന് ആ ഇന്റർവ്യൂ പച്ച മലയാളത്തിൽ അച്ചടിച്ചു വന്നു കേരള ശബ്ദത്തിൽ. എന്തായിരുന്നു അവരുടെ ആർഗ്യുമെന്റ്? ശബരിമലയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1/3 ഞങ്ങൾക്ക് തരേണ്ടതാണ് ശരിക്കും വഖഫ് ബോർഡിന്, മുസ്ലിം വഖഫ് ബോർഡിന് നൽകണം. എന്തുകൊണ്ടെന്നാൽ വാവരല്ലത്. ആക്ച്വലി അത് ബാബർ, എരുമേലിയിൽ നിങ്ങളുടെ അവിടെ കാണുന്നത് ബാബറാണ്, ആ ബാബർ പള്ളിയാണ്. ഇവരുടെ ആർഗ്യുമെന്റ് അതായിരുന്നു. പിൽക്കാലത്ത് പറഞ്ഞു പോട്ടെ. 2 പുള്ളിയുടെ പേര്, അതായത് അലി എന്ന് പറയുന്ന ഒരാളുടെയും പാത്തുമ്മ എന്നൊരാളുടെ പേരെയും ഇദ്ദേഹം തകൃതിത്താൻ തോട്ടത്തിൽ മുഹമ്മയ്ക്കടുത്ത് അല്ല, തകൃതിത്താൻ തോട്ടം പഴയ നമ്മുടെ നാട്ടിലായിരിക്കില്ല, ഹീരാക്യം തോട്ടം, തകൃതിത്താൻ തോട്ടം, ഈ 2 റെഫറൻസാ ഉള്ളത്. അപ്പൊ അത് എവിടെയാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു വിദേശത്തായിരിക്കും. അദ്ദേഹം ഉരുവിൽ വന്നതാണ്. അപ്പൊ ഈ ബാബർ എന്നാണ് പുള്ളിയുടെ, അതായത് ബാബറിന്റെ മലയാളമാണ് ഹരിഹരൻ പിള്ള സാറിന്റെ ബുക്ക് ചെയ്യാൻ വായിച്ചപ്പോ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മുഹമ്മയ്ക്കടുത്താണ്. പക്ഷെ അല്ലല്ല, അങ്ങനല്ല, ആ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം വന്നതാണ് ഇങ്ങോട്ട്. അതായത് ശരിക്കും ആലപ്പുഴ മുഹമ്മ അവിടത്തെ ചീരപ്പഞ്ചിറ കളരിയിലാണ് അയ്യപ്പൻ കളരി പഠിക്കുന്നത്. ഈ കളരിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ വെളുത്തച്ഛൻ അല്ലെങ്കിൽ വെളുത്ത എന്ന് പറയുന്നത്
പറയുന്ന ക്രിസ്ത്യൻ ഉം, പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ഉം, ഇതെല്ലാം അയ്യപ്പന്റെ താവഴിയിൽ വരുന്ന അല്ലെങ്കിൽ പൂഞ്ഞാർ രാജവംശത്തിൽ വരുന്ന AR ഉം, രാമവർമ്മ രാജ ശബരിമല ചരിത്രം എന്ന പുസ്തകത്തിൽ, അയ്യപ്പ ചരിത്രം എന്ന പുസ്തകത്തിൽ കൃത്യമായി 1940-കളിലെ വിവരിക്കുന്നുണ്ട്. അത് ഉം, പറയുന്നതിന്റെ താല്പര്യം, ഇന്ന് പോലെ ഉം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സാമുദായിക രാഷ്ട്രീയം ഇല്ലാത്ത കാലത്ത് പോലും ഇത് വെൽ ഉം, ഡോക്യുമെന്റഡ് ആണ്. ഡോക്ടർ SK നായർ, മദ്രാസ് ഉം, യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവൻ, അതിനെ ആ, ബേസ് ചെയ്തൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം വാവരുടെയും വെളുത്തയുടെയും റെഫറൻസ് ഉണ്ട്. അതായത് ആ, അയ്യപ്പൻ ഹിന്ദു, വാവര് മുസ്ലിം, വെളുത്ത ക്രിസ്ത്യൻ, അവര് ഉം, സന്തോഷത്തോട് ഒരുമിച്ച് ജീവിച്ചിരുന്ന പശ്ചാത്തലമാണ് നമുക്ക് ഇന്നും വേണ്ടത്. ഇനി അങ്ങ് ഉം, പറഞ്ഞ പോയിന്റ് രണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബാബർ എന്നായിരിക്കും. ഒരു മുസ്ലിമിന് സാറ് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിസ്റ്റുകളിലെ തീവ്ര സ്വരക്കാർ ഏറ്റവും എതിർക്കുന്നത് വാവരെയാണ്. ഉം, കാരണം അവർക്ക് എന്താ പറയണ, ഒരു ഹിന്ദു ദൈവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഹിന്ദു ദൈവത്തിന്റെ പശ്ചാത്തലമുള്ള ഒരാളെ ഉം, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ മടിയാണ്. ഉം, അപ്പൊ അവര് യഥാർത്ഥത്തിൽ വാവരെ അംഗീകരിക്കുന്നവരല്ല. വാവര് ഉം, നമ്മുടെ ആളാണ്, അല്ലെങ്കിൽ ഉം, വെളുത്ത നമ്മുടെ ആളാണ്. ഇപ്പൊ ഉം, ഞാൻ ബാഡ് എക്സാമ്പിൾ ആണ്, എന്നിരുന്നാൽ പോലും തീവ്ര ഉം. ഇസ്ലാമിസ്റ്റുകൾ ഒരിക്കലും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അംഗീകരിക്കുന്നില്ല. യെസ്, നാളെ യു ആർ റൈറ്റ്, നമ്മുടെ അബ്സല്യൂട്ട്ലി റൈറ്റ്. നാളെ നമ്മുടെ മക്കളുടെ കാലത്ത് യഥാർത്ഥത്തിൽ പുള്ളി അബ്ദുൽ കലാം അല്ല, പുള്ളി യഥാർത്ഥത്തിൽ ഹിന്ദു ആയിരുന്നു, കലാം എന്നുള്ള പേരിന്റെ കലം ആണ് പുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കള്ളം പറയുന്നത് പോലെയാണ്. ഞാൻ ഈ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് മൊണാലിസ അടക്കമുള്ള വിഷയങ്ങളിലെ എന്റെ സിമ്പിൾ സബ്മിഷൻ എന്താ അറിയോ സാർ, നമ്മൾ ഹിന്ദുക്കൾക്ക് പറ്റുന്നത് നമുക്ക് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലഭിക്കുന്നത് പോലെ ഒരു ആത്മീയ വിദ്യാഭ്യാസം അഥവാ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. 1000 അതെന്തുകൊണ്ടായിരിക്കാം കിട്ടാത്തത്? 3 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, നമുക്ക് സൺഡേ സ്കൂളുകളില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളില്ല. ഇപ്പം നമ്മുടെ മക്കളെ, സാധാരണ എന്റെ കുട്ടികളെ ഏതെങ്കിലും വിശ്വസിച്ച് ഒരു സ്ഥലത്ത് ഗീത പഠിപ്പിക്കാൻ വിടണം, വേദങ്ങൾ പഠിപ്പിക്കാൻ വിടണം, ഉപനിഷത്തുകൾ പഠിപ്പിക്കാൻ രാഹുൽ വിടണം, എവിടെ വിടും? രാഹുൽ അതിന്റെ കാരണം എന്താ പറയുക? ബേസിക് ആയിട്ട് ഉം. ഇപ്പൊ രാഹുൽ ഒരു മതപഠന ക്ലാസ്, ഹിന്ദു മതപഠന അല്ലെ ഭഗവത്ഗീത പഠന ഒരു ശിബിരം വെക്കുന്നു. ഉം. ഞാൻ ഇതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്താൽ രാഹുൽ അല്ല അക്യൂസ്ഡ് ആവും ഡെഫിനറ്റ്, ബിക്കോസ് ആർട്ടിക്കിൾ 29 and 30 അല്ല, ഇവിടെ അത് കൊടുക്കുന്ന ആരായിരിക്കും എന്നറിയോ? നമ്മുടെ ഹിന്ദുക്കൾ തന്നെ ആയിരിക്കും. അതെ. നമ്മുടെ ഇടയിലുള്ള ഈ ഓവർ ലെഫ്റ്റ് ലിബറൽ ആയ കപടമതേതര സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ നമ്മൾ അതെ, ചെയ്യേണ്ട എന്താ അവര് അറിയോ സാർ? പറയും, കാരണം അത് നെഹ്റു ഉണ്ടാക്കി വെച്ചാണ് പിൽക്കാലത്ത്. ഞാൻ സ്പെസിഫിക്കലി എന്റെ സൊല്യൂഷനും പറയാം. ഒന്ന്, ഉം, നമ്മൾ മതപഠന ക്ലാസ് എന്ന് പറയരുത്. അതിന്റെ ഉം, കാരണം, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മതം എന്ന വാക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഇടയിലുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും ഇടത് നെഹ്റൂവിയൻ സുഹൃത്തുക്കളും കഴിഞ്ഞ 75 വർഷം കൊണ്ട് മതം എന്ന വാക്കിന് എന്തോ തെറ്റ് എന്ന അർത്ഥം ഉം, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉം, ആത്മീയ പഠനം എന്നേ പറയാവൂ. ഇങ്ങനെ പറയുമ്പോൾ ഉം, അവർ പിന്നെ ഓക്കെ ആവും. ഒന്ന് കാര്യം, ഉം, അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ ഉം. ആൾക്കാർ തന്നെയല്ലേ അവര്. അതായത് അതെ, അതെ. ഈ പറയുന്ന വിശാല അർത്ഥത്തിൽ 80% CPM-ലുള്ളത് ഹിന്ദുക്കളാണ്. അപ്പം ഉം, ഇവർക്ക് പാർട്ടി ഏതാണെങ്കിലും ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ വേണം. ഇതാണ് ഒന്ന്. രണ്ട്, ഉം, നമ്മുടെ 5000 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ആകേണ്ടത്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച സത്സംഗം ഉണ്ടാകണം. അതായത് നമ്മുടെ ഉം, അമ്പലത്തിൽ 6:30-ക്ക് ദീപാരാധന കഴിഞ്ഞാൽ 6:30 മുതൽ 7:30 വരെ ഒരു ഉം, ആത്മീയ സെഷൻ ഉണ്ടാകണം. ഇതിൽ 20 മിനിറ്റ് ഭജന, 20 മിനിറ്റ് ധ്യാനം, 20 മിനിറ്റ് ഗീത എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. ഇതാണ് സെക്കൻഡ് സൊല്യൂഷൻ. ഇനി 3, ഉം, അങ്ങയോട് ശരിക്കുമുള്ള ഹിന്ദു വിഷയങ്ങൾ ആധികാരികമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 30 സെക്കൻഡിൽ പറയാം. നമ്മൾ ശരിക്കും ഉം, ഹിന്ദുക്കൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇത് ഉം. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല. ക്രിസ്ത്യാനിയായ കേരള DGP ആയിരുന്ന സിബി മാത്യൂസ്, സിബി മാത്യു മഹാത്മാഗാ സാർ, ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണല്ലോ. നല്ലൊരു അന്വേഷണം നടത്തിയ പണ്ടത്തെ ജോളിവധ കേസ് ഒരുപാട്. അലിവേസിനെ അറസ്റ്റ് ചെയ്ത അങ്ങേരാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചാണ്. ഇത് ആ, DC ബുക്സ് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. അതായത് ആ, പറയുന്നത് ഒരു സാധാരണ സംഭാഷണത്തിലല്ല, വർഷങ്ങളോളം ഗവേഷണം നടത്തിയിട്ട് ഡോക്ടറേറ്റിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ എന്തായാലും കറക്റ്റ് ആയിരിക്കുമല്ലോ. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു, കേരളത്തിലെ 50 മുതൽ 55% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യ നടക്കുന്നത്. ആത്മഹത്യാ നിരക്ക് കൂടുതൽ. 83%, 83.7% മദ്യപാന മരണങ്ങൾ, വെറും വെള്ളം അടിക്കുന്നതല്ല, ആൽക്കഹോളിസം എന്ന് പറയുന്ന വിഷയം നടക്കുന്ന ഹിന്ദുക്കളിലാണ്. ഇനിയും ബാക്കി പഠനങ്ങളുണ്ട്, അത് കാണിക്കുന്ന അടുത്തതിനെ ഇതുപോലെ സീരിയസ് പ്രശ്നമാണ്. 80 മുതൽ 85% വരെ കുടുംബ തകർച്ചകൾ, ഡിവോഴ്സ്, കുടുംബ തകർച്ചകൾ നടന്ന ഹിന്ദുക്കളിലാണ്. 90% പ്രായമായവരുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ജീറിയാട്രിക് ഇഷ്യൂസ് നടക്കുന്ന ഹിന്ദുക്കളിലാണ്. അങ്ങ് ഈ നട തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ, നട തെള്ളുക. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ?
ഇല്ല, കേട്ടിട്ടില്ല. അതായത് നമ്മുടെ പ്രായമായ അവര് അച്ഛനമ്മമാരെ ചേർന്ന് നിർത്തുകയാണ് കറക്റ്റ്. കൂടെ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പണ്ട് അങ്ങനെയല്ല, കാലത്ത് നമ്മൾ ഇപ്പോഴും തള്ളിക്കളയും. അതെ, ഞാൻ അതിന് തയ്യാറാണ്. ബേലൂർ മഠത്തിൽ ഞാൻ പോയിട്ട് അങ്ങ് പോയിട്ട് ബേലൂർ മഠം വിവേകാനന്ദന്റെ ആശ്രമത്തില് ആ, ഏറ്റവും നല്ല ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നത് വിവേകാനന്ദന്റെ ബേലൂർ ആശ്രമത്തിലാണ്. വിവേകാനന്ദൻ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്ന 2 പുസ്തകങ്ങളാ. ഒന്ന് ഭഗവത്ഗീത, 2 ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ബൈബിള് കഴിഞ്ഞാൽ യെസ്, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. സി, നമ്മളാണ് ലോകത്തിന് മതസൗഹാർദ്ദം, നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ലോകത്തിന് മതസൗഹാർദ്ദം എന്ന ആശയം കൊടുത്തത്. ശരിക്കും അതെ, അതെ, വിവേകാനന്ദ സ്വാമി 1893 ലോക മതമഹാസമ്മേളനത്തിലാണ് ഈ മതസൗഹാർദ്ദം എന്ന ആശയം ലോകത്തിന് മുമ്പിൽ വെച്ചത്. അതെ, ഈ അതെ. ഫ്രെയിംവർക്ക് സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ നമുക്ക് പറ്റുന്ന എന്താ അറിയാമോ? തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ, തീവ്ര ക്രിസ്ത്യൻവാദികളുടെ ലെവലിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന, യേശുക്രിസ്തുവിന്റെ നന്മ ഉദ്ഘോഷിക്കുന്ന, പരിശുദ്ധ ഖുറാന്റെ നന്മ ഉദ്ഘോഷിക്കുന്ന ഒരു സർവ്വമാനവികത എന്നോ ലോകമാനവികത എന്നോ പറയുന്ന ലെവലിലേക്ക് ആൾക്കാരെ ഉയർത്തുന്നതിന് പകരം നമ്മൾ ഐസിസിന്റെ ലെവലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ഞാൻ ഇപ്പൊ തിരിച്ചു വന്നതിന്റെ കാര്യം ഈ 3 റീസൺസ്. ഒന്ന്, നമുക്കൊരു ശനിയാഴ്ച സത്സംഗമില്ല, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ. ഒന്ന്. 2, നമുക്ക് ആത്മീയ വിദ്യാഭ്യാസമില്ല. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറയില്ല. പുതിയൊരു കഥയുണ്ടാക്കും. തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കും. അതെ, അല്ല, അതെ. പുതിയൊരു കഥ ഉണ്ടാക്കും, എന്നിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയും. അപ്പം കിട്ടുന്ന മോഡലിൽ നമ്മൾ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ സന്ദീപാനന്ദഗിരിക്കാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാൻ ആ അവസരത്തിൽ കഴിവുണ്ടെങ്കിൽ സന്ദീപാനന്ദഗിരിയുടെ പുറകെ കുറെ പേര് പോകും. വേറൊരാൾക്കാളുണ്ടെങ്കിൽ അയാളുടെ പുറകെ പോകും. അപ്പൊ നമുക്ക് വേണ്ടത്, ഞാൻ വളരെ കോഡിഫൈഡ് ആയിട്ട് പറയാം, കാരണം ഞാൻ 10-22 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. നമുക്ക് 3 കാര്യങ്ങൾ മതി, അതിന് ₹1 പോലും ചെലവില്ല. 3 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഒരു ശനിയാഴ്ച സത്സംഗം വേണം. ആ സത്സംഗത്തിൽ നമുക്ക് നമ്മുടെ എല്ലാരെയും, മന്നത്തോത്തനാവനെ, ശ്രീനാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമിയെ, മഹാത്മാ അയ്യങ്കാളിയെ, മഹാത്മാഗാന്ധിയെ, ഗുരുജി ഗോൾവൽക്കറെ എല്ലാരെയും പഠിക്കാനും അറിയാനുള്ള ഒരു അവസരം. ഒന്ന്. 2, നിർബന്ധമായിട്ട് നമുക്ക് സൺഡേ സ്കൂളുകൾ പോലെ ഭഗവത്ഗീത സ്കൂൾസ് വേണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോയി പഠിക്കാൻ. അടുത്തതാണ് ഏറ്റവും പ്രശ്നം. സാറ് മലയാളി ആയതുകൊണ്ട് കൂടെ പറയുകയാണ്. കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുവാണ്. ഹിന്ദു ജനസംഖ്യ. സാർ, അതിന്റെ കാര്യം എന്താ അറിയോ സാർ? അതിന്റെ കാര്യം മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നില്ല. അതായത് ഞാൻ ഈ പറയുന്നത് മോദി ഗവൺമെന്റിന്റെയും പിണറായി ഗവൺമെന്റിന്റെയും കണക്കുകൾ വെച്ചാണ്. ഒരു വീട്ടിൽ 2.1 കുട്ടികൾ ജനിക്കണം. 2.1 കുട്ടികൾ ജനിക്കണം. ഇതാണ് WHO-യും യുണൈറ്റഡ് നേഷൻസും പറയുന്ന കണക്ക്. ഇതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് വിളിക്കുക. അതായത് ഒരച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾ ഉണ്ടെങ്കിലേ ഈ സമുദായവും സമൂഹവും നിലനിൽക്കും. ഇതാണ് നമ്മുടെ പൂജനീയ സർസംഘാലക് മോഹൻ ഭഗവത്ജി ഒരു 2 മാസം മുമ്പ് പറഞ്ഞത്. 2 to 3 കിഡ്സ് വേണം എല്ലാ ഫാമിലിയിലും. മുസ്ലിങ്ങൾക്ക് അത് നോർമലാണ്. മുസ്ലിങ്ങൾക്ക് 2.5 കിഡ്സേ ഉള്ളൂ. ഓവർ പോപ്പുലേഷൻ ഇല്ല. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് 1.2 to 1.3യും ക്രിസ്ത്യാനികൾക്ക് 1.6ഉമാണ്. ഇനിയും കുറെ കൂടെ വിശേഷിയ അതിൽ സവർണ ഹിന്ദുക്കൾക്ക്, നായർക്കും നമ്പൂതിരിക്കും 1ഉം 1.1ഉമാണ്. എല്ലാ വർഷവും ഗവൺമെന്റ് കണക്കെടുക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 5 വർഷമായി 2020 മുതൽ കേരളത്തിൽ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ജനിക്കുന്നത്. അവരുടെ ഇരട്ടി ജനസംഖ്യ നമുക്കുണ്ട്. അവർ 27%, നമ്മൾ 54%. പക്ഷേ കേരളത്തിൽ ഓരോ വർഷവും മുസ്ലിം കുട്ടികളാണ് കൂടുതൽ ജനിക്കുന്നത്. അത് മുസ്ലിങ്ങൾ കൂടുതലായതുകൊണ്ടല്ല, ഹിന്ദുക്കൾ കുറവാണ്. ഓരോ വർഷവും നമുക്ക് നിയർലി 90,000 കുറവ് ഹിന്ദു കുട്ടികളാണ് ജനിക്കുന്നത്. ഇനിയും ജനിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ തലമുറ തന്നെയും വളരെ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. കാര്യം ഞാൻ കല്യാണം കഴിച്ച ലേറ്റാണ്. എനിക്ക് കുട്ടികൾ വേണോ വേണ്ടയോ, പിള്ളേരുണ്ടെങ്കിൽ അത് തൊല്ലയാവും, ഇങ്ങനെ 100 കണക്കിന് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം 7 വർഷം കഴിഞ്ഞാണ് കുട്ടി ഉണ്ടായത്. അപ്പൊ കാര്യം എന്റെ അമ്മയും ഭാര്യയും ഒക്കെ സ്ഥിരം പറയും. പക്ഷെ എനിക്ക് ആകെ പേടിയായിരുന്നു, കുറച്ചുകൂടെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകണ്ടേ, കുറച്ചുകൂടെ. ഇത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ജീവിതത്തിലൂടെ കണ്ടെത്തി എന്താ അറിയോ, കുട്ടി ഉണ്ടായാലാണ് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുന്നതും കൂടുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അതിലൊക്കെ മുസ്ലിങ്ങളെ കണ്ടുപിടിക്കണം. അതിലൊക്കെ മുസ്ലിങ്ങളെ കണ്ട്. ഇത് നമുക്കില്ല. കാര്യം എനിക്ക് അന്ന് ടെക്നോ പാർക്ക് ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങൾക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം സെറ്റിലായി കുട്ടി ഉണ്ടാകാന്ന് വിചാരിച്ചാൽ ഞാൻ 90 വയസ്സ് എനിക്ക് ഉണ്ടാകാൻ പോണില്ല. അപ്പോ ശരിക്കും കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ കൂടെ ഡിസിപ്ലിൻ കൊണ്ടുവന്നത്. അപ്പോഴാണ് നമ്മൾ റെസ്പോൺസിബിൾ ആകുന്നത്. അപ്പൊ റെസ്പോൺസിബിൾ ആയിട്ട് കുട്ടി ഉണ്ടാകുന്നല്ല, കുട്ടി ഉണ്ടായാൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിക്കോളും.
അപ്പോ നമ്മൾ ഉം. ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്. നമ്മുടെ ഓ ഹിന്ദുക്കൾക്ക് അങ്ങ് ചുറ്റും നോക്കിയാൽ മതി. ഇന്നത്തെ തലമുറയിൽ 2 കുട്ടികളുള്ള ആൾക്കാര് വളരെ കുറവാണ് കുറവാണ്. സാർ, 3 കുട്ടികൾ വളരെ ആരുമില്ല. കുറവ്. 3 ഇല്ല കുട്ടികൾ ഇല്ല. ആരുമില്ല. 3 ഉം. കുട്ടികൾ ആരുമില്ല. ഉം. ഇനിയും താഴെ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ പത്തനംതിട്ട ഹിന്ദു മെജോറിറ്റി ആയ പത്തനംതിട്ട 4-5% മുസ്ലിങ്ങളേ ഉള്ളൂ. ഹിന്ദു ഉം. ക്രിസ്ത്യൻ മെജോറിറ്റി ആയ പത്തനംതിട്ട, കുമ്പനാടൊക്കെ പ്രേത നഗരങ്ങളായി മാറുകയാണ്. ഈ ഉം. ഉം. കണക്കിന് പോയാൽ 100 വർഷം കൊണ്ട് പത്തനംതിട്ടയിൽ അയ്യപ്പൻ മാത്രമേ കാണൂ. കാണൂല, അത്രേ ആ, ഉള്ളൂ. കാര്യം ഇതൊന്നും അഡ്രസ് ചെയ്യുന്നതിന് പകരം ഇത് മുസ്ലിം ജനസംഖ്യ കൂടുന്നതല്ല, പകരം നമ്മുടെ ജനസംഖ്യ കുറയുന്നതാണ്. ഇത് ഉം. ഞാൻ RSS നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഉം. ഞങ്ങൾക്ക് ഇത് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഉം. അതെന്താ ചേട്ടാ അഡ്രസ് ചെയ്യാൻ പറ്റാതെ? ഞങ്ങൾ ഇത് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഞങ്ങൾ ഉം. പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നിനക്കൊക്കെ കെട്ടി കുട്ടി ഉണ്ടാക്കി കൂടെടാന്ന് പറഞ്ഞ് ഒരുതരം ഉം. ലൈംഗിക ചൊവ്വയോടുകൂടി ഞങ്ങളെ ട്രോൾ ചെയ്യും. അപ്പൊ ഉം. നമുക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഉം. ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത്. ഉം. അതിനു പകരം നമ്മൾ ഈ കള്ളത്തരം പറയുന്നത് കൊണ്ട് ഒരു നമുക്ക് രാഹുൽ, അർത്ഥമില്ല. ഞാനൊന്ന് ഒന്ന് ആ, ക്ലോസ് നിർത്തിക്കൂടെ? കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ വണ്ടി വന്ന് എന്റെ ഓ ഓഫീസിലേക്കുള്ളത്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഡോക്യുമെന്റ് ചെയ്യാൻ സാറിനൊന്ന് നോക്കണം. ഇത്രേ പോയിന്റ് ഉള്ളൂ. ഡെഫിനറ്റ്ലി പോയിന്റ് വേറെ ഡെഫിനറ്റ്ലി ഒന്നുമില്ല. ഡെഫിനറ്റ്ലി. ഇല്ല. ഇല്ല, നമുക്ക് ഒരു ഇതിലൊന്ന് ശനിയാഴ്ച രാഹുൽ സത്സംഗം ശ്രദ്ധിക്കണം. വേണം. ഇതില് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചേ ഇടപെടാവുള്ളൂ കേട്ടോ. സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തേക്കാം. വിളിക്കാം. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ അയച്ചും വളരെ തരാം. ശ്രദ്ധിക്കണം. വിൽ സ്റ്റേ ഇൻ വളരെ ടച്ച്. ഈ കാര്യത്തിൽ മാത്രം, ഈ കുട്ടിയുടെ ഈ പെങ്കൊച്ചന്റെ കാര്യത്തിൽ മാത്രം ഇടയ്ക്കൊന്ന് എന്നെ വിളിക്കുക. ഞാനും വിളിച്ചോണ്ടിരിക്കുക. ഓ പ്ലീസ് അതിന്റെ ഇൻപുട്ട് ഓക്കെ, തരണം. റൈറ്റ്. ഓക്കെ അബദ്ധം പറ്റരുത് കേട്ടോ, ശരി. പ്ലീസ്. ഓക്കെ. ഓക്കെ.